എന്തുമാത്രം തല്ലോടെന്ന് അറിയോ ഞാൻ എന്തൊരു പോസ്റ്റർ എവിടെ ഒട്ടിച്ചെന്നറിയോ മണം നോക്കി മൈദന മണം നോക്കി ഇപ്പോഴും പോയിട്ടില്ല. താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എന്ത് സാറേ, ഇത് ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ? എവിടെ? ചക്കരക്കുടത്തിന്റെ അമരത്ത് KP ഞങ്ങൾക്ക് വേണം. KPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തകർ 50 പേര് ആത്മഹത്യയും. കേരള KPയുടെ പരപ്പുറത്ത് ആത്മഹത്യയും. കേരളം നിന്ന് കത്തും. ഇങ്ങനൊന്നും ആരും KPനെ കരയിപ്പിക്കാൻ വിചാരിക്കണ്ട. തളർന്ന് വിചാരിക്കണ്ട. തളരൂല. അതെ, വർക്കിച്ചായം വിചാരിച്ച KP രക്ഷപ്പെടുത്താൻ പറ്റും. അല്ല, ഒന്നുമല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി നടത്തിയേ. അത് വേണ്ട, ഒന്നുകൂടെ ആലോചിക്കാമല്ലോ. അത് വേണ്ട, ആലോചിക്കാം. അയ്യോ, ഇവിടെ ഒക്കെ പുല്ലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മള് തൊഴിലുറപ്പുകാരെ വിളിച്ചിട്ട് സത്യോട്ടും ചേച്ചി പൈസ ചോദിക്കാൻ വന്നല്ലേ ചേച്ചി? ചോദിച്ചോക്ക് ചേച്ചി, സത്യോട് ചോദിച്ചോക്ക്. ഇവരൊക്കെ കണ്ട ഞാൻ പൈസ ചോദിച്ചോ വല്ലോ തരുമെന്ന് ചോദിച്ചോ? കണ്ട ശശി ആയില്ല. അയ്യോ, ഇതിനാ മേള. ചേച്ചി ശശി ഒന്ന് വന്നേ. ശശി ഇയാളിതിന്റെ മേലെ ഉണ്ടായിരുന്നോ? ആകെ 3 എങ്ങിട്ടുള്ള ഇന്ന് ഒറ്റം കൊണ്ടുപോകണല്ലേ? ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാക്കും. കഴിഞ്ഞ ആഴ്ചയല്ല അവിടെ തേങ്ങിട്ടത്. നോക്കട്ടെ. നവോത്ഥാനോ ഫാസിസോ പൊളിറ്റിക്കൽ സിദ്ധാന്തോ ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് വേണം. സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല. പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല. ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മോലാളിമാർക്ക് സീറ്റ് ഉണ്ട്, പാം പ്രവർത്തകനില്ല. നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത കേസുകൾ ഞാൻ പ്രതിയായിട്ടുണ്ട്. സഖാവേ, ശശി സഖാവ് പറയുന്നതിലും കാര്യമുണ്ട്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ സ്ഥാനം അകത്തല്ല, വേലിക്ക് പുറത്താ. കൊതവെട്ടാൻ ബാക്കിയുള്ളവരും തെങ്ങുകാര മോലാളിമാരും. പിന്നെ കുഞ്ഞമ്പ് സഖാവിന്റെ ഈ താടി ഒരു ഫാസിസ്റ്റ് വളർച്ചയാ വളരുന്നത്. അതിൽ നമുക്ക് സമൂലമായി വെട്ടുന്നതിന് ആവശ്യമല്ലേ അല്ലേ? സീറ്റ് എന്തോ പതിവില്ലാത്തവരൊക്കെ വന്നു തുടങ്ങിയല്ലോ അമ്പലത്തില്. അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കുടിക്കോ? ഇത്രയും വിശ്വാസിയായ KPക്ക് പറ്റിയത് ഞങ്ങളുടെ പാർട്ടി തന്നെ. മടിക്കണ്ട, എല്ലാ പാർട്ടി എന്നുള്ള ദേശസ്നേഹികള് BRPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല, ഞങ്ങൾ KPയെ രാജ്യസഭ വഴി മന്ത്രിസഭയിലെത്തിക്കും. ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ. ഞാൻ വിളിക്കാം. മിസ് കോൾ അടിച്ചാൽ മതി. അങ്ങനെ ആയിക്കോട്ടെ. ചൂണ്ടിടാൻ പോവുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. അവനിത് എന്തു ഭാവിച്ചോണ്ടാ BRP ചേരാൻ പോകുന്നത്? എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല. KP സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നാണല്ലോ, അല്ലെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാലും പാർട്ടി മാറും. ഈ തണലേക്ക് നിൽക്കുന്ന വാഗമരം പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു, കരുണ കാണിക്കുന്നു എന്നല്ലേ? ആ സംസ്കാരത്തിനോട് കൂറില്ലാത്തവന്മാർ അർജന്റീനയും ബൊളീവിയയും ചൈനയും ജയിച്ചപ്പോൾ മുക്കിന് ഫ്ലെക്സ് വെച്ചു. ചുവപ്പ് നിറമാണ് സുഹൃത്തുക്കളെ, ചുവപ്പ് നിറം. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് ആസാനീസേ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പറയാനുള്ളത് അല്ല, എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ ഈ കൊടിക്ക് കീഴിൽ അണിനിരക്കുവാൻ 100,000 പ്രവർത്തകരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ അവർ കൂട്ടമായി വന്ന് ആവശ്യപ്പെട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അതിൽ നിന്നും തയ്യാറാക്കിയ ഒരു നീണ്ട ലിസ്റ്റ് എന്റെ കൈവശം. യുവാക്കളുടെ രോമാഞ്ചം സഖാവ് ബാബുരാജിന് അത് ഞാൻ കൈമാറുകയാണ്. അതിന്റെ 35 പൈസ GST ലഭിക്കുന്നത് കേന്ദ്രത്തിനാണ്. അത് ഇവർക്ക് സഹിക്കില്ല. കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങിപ്പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ. പ്രിയ സഖാക്കളെ, ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു UDPയിൽ നിന്ന് LDPയിലേക്ക് വരുന്ന പ്രിയങ്കയെ സ്വാഗതം ചെയ്തു. സഖാവ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തു. നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത്
വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി. അടുത്തതായി LDPയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു UDP അംഗമായിരുന്ന PP കുഞ്ഞുമോൻ, ഇപ്പോൾ സഖാവ് PP കുഞ്ഞുമോൻ. മിത്രം, കുഞ്ഞുമോൻ വരൂ. പോകുന്നതിന് മുമ്പ് ഏക് ബാർ ചിന്തൻ കർക്കെ ദേഖോ. സുനോ, ഏറിപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി, അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ ഇങ്ങോട്ട് വരുന്ന ദേശസ്നേഹികളെ, നിങ്ങൾക്ക് MP സ്ഥാൻ മുതൽ എത്രയെത്ര അവസരങ്ങൾ ഹേ. ആവോ കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ ആവോ. ചിന്താമത് കരോ. ആവോ കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ കുഞ്ഞുമോൻ വരൂ, കടന്നു വരൂ. കുഞ്ഞുമോൻ അങ്ങനെ ഒരു ദേശസ്നേഹിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അടുത്തതായി UDP അംഗങ്ങളായിരുന്ന സർവോപരി എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ KP സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഖദർമുക്ത ഭാരതത്തിനായി KP സുരേഷിനെയും രാധനെയും രാധനെയും LDPയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ദേശസ്നേഹികളെ, എന്റെ ചേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോണ? വെയിലുകൊണ്ട് മതിയായി, കുറെ നേരം ആയില്ല. സസ്പെൻസ് കളയാതൊന്ന് പറയോ? എന്റെ സുരേഷ് നടങ്ങ്, നമ്മൾ പാർട്ടി ഗ്രാമത്തിലേക്ക് ഒരു സ്റ്റഡി ടൂർ പോവല്ലേ? അതിന് ഈ ഗാലാൻഡി പോയ പോരെ. ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെയായിരുന്നു. എന്ത് രസവും. ബാബുരാജേ, ഇവര് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. തെറിച്ചു പോയാനിപ്പൊ. ഹെൽമെറ്റ് എടുത്താൽ മതിയായിരുന്നു. എന്ത് പൊടിയാ. ഇറങ്ങാം. എല്ലാവരും ചെരുപ്പ്. പെങ്ങളുടെ കൊച്ചിന്റെ കളിപ്പാട്ടം ഇതിനുണ്ട്. ഇതാണോ പാർട്ടി ഗ്രാമം? അല്ല, ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. സംശയം അത് നല്ലതാ, അതൊരു നല്ല പാർട്ടി പെടുത്തുന്ന ലക്ഷണമാണ്. പക്ഷെ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം. പിന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് കുറച്ചുണ്ട്. അവിടോട്ട് ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല, ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷ്വാ ലൈനാണോ എന്ന്. അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല. അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അന്ന് കട്ടയം പുടവണം. അത് ശരിയാ, ബംഗാളിലും ത്രിപുരയിലൊക്കെ അവര് ചിന്തിച്ചതിന്റെ കണ്ടത്. ഇപ്പോഴും ഒരു വലതുപക്ഷ കൈവശം അകത്ത് കിടപ്പുണ്ട് അല്ലേ? പേടിക്കണ്ട, അതെല്ലാം കക്കി വെളിയെടുക്കുന്ന മന്ത്രവാദിക്കോട്ടാ പോകുന്നത്. കണ്ടോ, വണ്ടി വന്നല്ലേ. ഭാഗത്ത് വരും, തിരിച്ചോളൂ. സൈഡ് സീറ്റ് ഞാൻ. വണ്ടി കൊണ്ട് താന്നിടണം, കാശ് മുടക്ക് എനിക്കാ. വിളിച്ചോളാം, അപ്പൊ വന്നാ മതി കിട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ഇത്രയും വലിയ വീടാ. ഇതിപ്പോൾ ഈ താവളായിരിക്കും. കുഞ്ഞിക്കണ്ട മാഷ ഇയാളെ നാക്കിനൊരു റെസ്റ്റ് ഇല്ലല്ലോ. എപ്പോ തുടങ്ങിയതാണ് ബഹളം? കണ്ട, തുറന്നു കിടക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റിയാ. എത്തിയോ? ഇങ്ങോട്ട് കേറിയോ സുരേഷേ? വലത് കാലം വെച്ച് ചെരുപ്പ് കയറി വാ. അതെ, അയാൾക്ക് പറഞ്ഞു മാറിപ്പോയതാ. നമ്മളിപ്പോ ലെഫ്റ്റാ, ഇടത് കാലിൽ ചേറി. ഇടത് വലത് കാലിന്റെ ഇപ്പുറത്ത് രണ്ട് കാലിലുള്ളൂ. അതെ ദൈവമേ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സർ, ലാൽ സലാം. ലാൽ സലാം. സുരേഷേ, ഇവരെയൊക്കെ അറിയാമോ? ഈ ആദ്യം ഇരിക്കുന്നത് സഖാവ് P കൃഷ്ണപിള്ള, രണ്ടാമത് പാട്യം ഗോപാലൻ, മൂന്നാമത് ചടയം ഗോവിന്ദൻ. അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ഇല്ലാലേ? ഉണ്ടല്ലോ, ഒരേ ഒരു ജി ഉള്ളൂ, AKG. ഞങ്ങളുടെ പഴയ പാർട്ടിയില് എല്ലാം ജിയാ. ചാണ്ടിജി, രമേശ് ജി, ഞാൻജി, മോൻജി. സഖാവേ, ഇതാണ് കുഞ്ഞിക്കണ്ണ മാസ്റ്റർ, നമ്മുടെ പാർട്ടിയുടെ ട്രെയിനിയാ. ഇനിയുള്ള 2 ആഴ്ച ഇൻസെന്റീവ് അല്ല, കഠിനമായ കോച്ചിങ് ആയിരിക്കും. അല്ലേ? അപ്പോ രാവുകാരൻ കഴിഞ്ഞതിക്ക് ഈ 2 പേരെയും അങ്ങയുടെ കരാളഹസ്തങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രാഹുകാലം കരാളഹസ്തം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അല്ല ശരി, മാസ്റ്റർ പാടപ്പെട്ടു അല്ല പഠിപ്പിച്ചു. ഞങ്ങൾ അറിയട്ടെ. എന്താ? ലാൽ സലാം. ലാൽ സലാം.
ചുമ്മാ പഠിക്കൂ. അല്ല ഞാനില്ല. ശരിക്കും പഠിക്കട്ടോ. എന്നോട് നീ നിന്ന് നിക്ക്. ഞങ്ങള് ആ നിങ്ങളിരിക്കി. അപ്പൊ ഞാൻ വെറുതെ ഇരിക്ക്. ഗോവനയുടെ ചായക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ. എന്നാലും അവനെ ചെയ്ത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഞാനിനി മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് അച്ഛനെന്തിനാ കാണിക്കുന്നേ? സീറ്റ് വേണം, എന്നെ തോൽപ്പിക്കണം, അതിനുള്ള പോക്കാ. ചായ കുടിക്കാൻ പോലും മനസ്സ് വരുന്നില്ല. നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം. അത്ര ഭാരമൊന്നും കേട്ടണ്ട. നമ്മൾ എന്തൊക്കെ കണ്ടതാ. കാറ് കച്ചവടം, വിസ കച്ചവടം, ആക്രി കച്ചവടം, അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം. സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം. ആദ്യം ലുക്ക്. ലുക്ക് സെറ്റായാൽ പകുതി സെറ്റായി. സുരേഷ് വാ. എന്റെ ലുക്ക് ഓക്കെ അല്ലേ? മുണ്ടഴിച്ചേ. അഴിച്ചോ. അയ്യേ എന്താ? ഇതിവിടെ പറ്റില്ല. കാക്കി പോയിരുന്നോ? ഞാൻ പേടിച്ച്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഡെമോ കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിക്കൂ. സർ, കണ്ട UDP-ക്കാരെല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത്. ഓ, നമ്മുടെ പാട്ടിൽ അങ്ങനെയല്ല. കര കൃത്യം നടുക്ക് വരണം. നടുക്ക് ശരിയാവോ? ശീലമായിക്കോളും. നീങ്ങ വന്നേ. ഞാനാ കൊണ്ടുവരേണ്ടി വരുമോ? നിക്കറില്ലേ? പാർട്ടിയിലെ അണികളെ പോലെ അനുസരണയോടെ വരിവരിയായി നിർത്തണം മുടിയിഴകളെ. ഇപ്പോഴും വരുന്ന കണ്ടോ? അപ്പൊ ശരിക്കും കോമ്രേഡ് മിന്നലാവും. അയ്യോ, എനിക്കും KP-ക്കൊക്കെ ഒരു ചങ്കുള്ളൂ. അത് കുഴപ്പമാവോ? പറയാം. അത് ശരിയല്ലോ. കുഴപ്പാവോ? രാധൻ അവിടെ പോയിരിക്കും. നിലപാടിൽ അടിയുറച്ച്, പതറാതെ കുതറാതെ കരളുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും. ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക്. ബീഡിയോ തീപ്പെട്ടിയോ തുളസിയോ ശംഭുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. അത് കറക്റ്റാ. പക്ഷെ സഖാവ് സാർ എന്താണ് ഫ്രീക്കനായിട്ട് എടുക്കുന്നത്? താത്വികാചാര്യന്മാർക്ക് എന്തുമാവാമല്ലോ. സഖാവ് സാർ ബോയ്സ്